ഡിയർ ഫ്രണ്ട്സ്, സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ബാങ്കിലേക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിൻ്റെ ഈ വർഷത്തെ 2024 റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പം എപ്പോഴും ബിടെക്കാരും ബാക്കി പ്രൊഫഷണൽസും എല്ലാം നോക്കിയിരിക്കുന്ന ഒരു വേക്കൻസിയാണിത്. വളരെ കമ്പാരിറ്റീവ്ലി ഈസിയറായിട്ട് നല്ലൊരു സെക്ടറിലേക്ക് കയറാൻ പറ്റുന്നൊരു അവസരമാണ്. ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് നിൽക്കുമ്പോൾ ബാങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് നല്ല വേക്കൻസി ഉണ്ട്, 250ക്ക് അടുത്തുള്ള വേക്കൻസി ഉണ്ട്. അപ്പം മാർക്കറ്റിങ്ങിന് എപ്പോഴും MBAക്കാരെയാണ് അവർ പ്രിഫർ ചെയ്യുക. MBA ആണ് വേണ്ടത് മാർക്കറ്റിങ്ങിന്. പിന്നെ പ്രൊഫഷണൽസിനെ എല്ലാം മാർക്കറ്റിങ്ങിലേക്ക് എടുക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്കിലും മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തവർക്കാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് IT-യിലേക്ക് വരാം. ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, MCA, അങ്ങനെയെല്ലാം എല്ലാവർക്കും അത് എലിജിബിളാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള അഗ്രികൾച്ചർ ഓഫീസേഴ്സ്. കമ്പാരിറ്റീവ്ലി അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസി കുറവാണ്. ലോ ഓഫീസേഴ്സ് അതുപോലെ തന്നെ LLBക്കാർക്ക് ഏറ്റവും അഡ്വാൻറ്റേജുള്ള എളുപ്പം ബാങ്കിൽ കയറാവുന്ന ഒരു ബെസ്റ്റ് പ്രൊഫഷനാണ് ബാങ്കിലെ ലീഗൽ ഓഫീസർ എന്ന് പറയുമ്പോഴേക്ക്. അത് നമ്മൾ എൻറോൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, എക്സ്പീരിയൻസ് ഒരു ക്രൈറ്റീരിയ അല്ല. അപ്പോൾ എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അവർക്ക് ലീഗൽ പേപ്പേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗലി ബന്ധമുള്ള ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ് ഒക്കെയാണ് അവരുടെ ക്വസ്റ്റ്യൻ. ആദ്യം പ്രിലിമിനറി മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാത്തിനും സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകൾക്കെല്ലാം പ്രിലിമിനറി മാത്രമേ ഉള്ളൂ. ഈ പ്രിലിമിനറി എന്ന് പറയുമ്പോഴേക്ക് ഇംഗ്ലീഷ് കാണും, ജനറൽ അവയർനെസ് കാണും. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോഴേക്ക് ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്സിന് പ്രയോറിറ്റി ഉള്ളത് അവരുടെ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസും കാണും. പിന്നെ റീസണിങ് ക്വസ്റ്റ്യൻസും കാണും. പിന്നെ ലീഗൽ ഓഫീസേഴ്സിന് റീസണിങ് ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷാണ് ലീഗൽ ഓഫീസേഴ്സിനുള്ളത്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ ഈ സാധാരണ ഉള്ളതുപോലെ തന്നെ ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ് എല്ലാം ആണ് ബാക്കി എല്ലാത്തിനും ഉള്ളത് പ്രിലിമിനറിക്ക്. അതിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്സിൻ്റെ പേപ്പറിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അവരവരുടെ ഏരിയയിലുള്ള കുറേ പ്രാക്ടിക്കലായിട്ട് ലിങ്ക് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് കൂടെ അതിനകത്ത് കാണാറുണ്ട്. അപ്പോൾ ഇതിന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ ഉള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ നന്നായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡായിട്ട് ബാങ്ക് റിലേറ്റഡ് ആയിട്ട് ഹൗസിംഗ് ലോൺ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഏത് സബ്ജക്റ്റുകാരാണോ അത് ബേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ് വി ക്യാൻ ഫോളോ. അപ്പോൾ സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് ദാറ്റ് ക്യാൻ ആൾസോ ആസ്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് തരാം. ഒരു ബുദ്ധിമുട്ടും വേണ്ട, ക്വാളിഫൈ ചെയ്തിട്ട് വരിക, അതിന് എത്ര വേണമെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാം. ആ രീതിയിലേക്ക് നമ്മൾ വളരെ ഫ്രീ ആയിട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ടൈപ്പ് ഓഫ് ഈ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളെല്ലാം തന്നെയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്പെഷ്യലിസ്റ്റിനുള്ളൊരു പ്രത്യേകത, സബ്ജക്റ്റിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഗേറ്റ് എക്സാമിനും വേറെയുള്ള എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ടോപ്പ് ലെവലിൽ സ്കോർ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവർ ഈ ആപ്റ്റിറ്റ്യൂഡ് പാസ്സാവത്തില്ല. ആപ്റ്റിറ്റ്യൂഡിന് അത്ര അവർ കെയർ ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് കെയർ ചെയ്യുന്ന ഒരാൾ മറ്റേതിന് കുറച്ച് സ്കോർ കുറഞ്ഞാൽ പോലും നിങ്ങൾക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റും. ഏറ്റവും കമ്പാരിറ്റീവ്ലി ഈസിയറായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെ എസ്പെഷ്യലി ലീഗലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി പറഞ്ഞത്. ലീഗലുകാർക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി ബാങ്കിൻ്റെ കൂടെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു റഷില്ലാതെ, വലിയൊരു തിരക്കില്ലാത്ത, അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ ലീഗൽ സെക്ഷൻ. ലീഗൽ ഓഫീസർ, ഒരു ബാങ്കിൻ്റെ ലീഗൽ ഓഫീസർ നല്ല എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്, വളരെ പ്രസ്റ്റീജിയസ് ആണ്. ഇതൊക്കെ സ്വപ്നം കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം തീർച്ചയായിട്ടും ഇത് വളരെ ഈസി ആയിട്ട് ഇത് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് അത്തരത്തിലൊരു പ്രിപ്പറേഷൻ നടത്തണം. വളരെ ഇൻറ്റൻസീവായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ഈ പീരീഡിനകത്ത്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 21st ആണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ അത് അപ്ലൈ ചെയ്തിരിക്കണം. വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ പേഴ്സണലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് അതിന് വേണ്ടുന്നതെല്ലാം ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.